ഇയാൾക്ക് എങ്ങനെയോ ഈ സ്ത്രീയോടൊരു ഇഷ്ടം തോന്നുകയും എല്ലാ ബന്ധങ്ങളും സാറേ അവിഹിതമല്ല എന്ന് അയാൾ അവസാനം ഇത് സ്വന്തം ഭാര്യയോട് പറഞ്ഞു. ഇപ്പം ഒരു ദാമ്പത്യ ജീവിതം നിയമപരമായി നിലനിൽക്കെ മറ്റൊരു വ്യക്തിയിലേക്ക് പോകുന്ന ഒരു ബന്ധം എല്ലാം അവിഹിതമല്ല എന്ന് തന്നെ ഒരു വ്യക്തി എന്നെ വിളിച്ച് സംസാരിച്ചു. അദ്ദേഹം എന്നെ വിളിച്ചപ്പോൾ തന്നെ എന്നോട് പറഞ്ഞു, നിങ്ങൾ 2-3 വീഡിയോസൊക്കെ ഞാൻ കണ്ടു, അതിലൊരു വീഡിയോയ്ക്കുള്ള ഒരു റിപ്ലൈയാണ് ഞാൻ പറയുന്നത്, എല്ലാ ബന്ധങ്ങളും സാറേ അവിഹിതമല്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, അങ്ങനെ ഞാൻ പറഞ്ഞിട്ടില്ല, ആ വീഡിയോയിൽ പറഞ്ഞ ബന്ധം അങ്ങനെ ആയിരുന്നു, അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വിഷമം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അയാൾ നോർത്ത് ഇന്ത്യയിൽ എവിടെയോ ആണ് താമസിക്കുന്നത് കുടുംബമായിട്ട്. ഭാര്യയുണ്ട്, ഒരു മകളുണ്ട്. ഭാര്യ നല്ല കമ്പനി നല്ല ജോലിയുടെ ഒരു സ്ത്രീയാണ്. പക്ഷേ കല്യാണം കഴിച്ച നാൾ മുതൽ ഈ സ്ത്രീക്ക് അങ്ങനെ ഭർത്താവിൻ്റെ കാര്യങ്ങൾ നോക്കണമെന്നോ ഈവനൊരു കുഞ്ഞുണ്ടായപ്പോൾ പോലും ഈ കുഞ്ഞിനെ കെയർ ചെയ്യണമെന്നൊന്നും അവർക്ക് ചിന്തയില്ല. എന്നാൽ മറ്റ് ദുശീലങ്ങളൊന്നും ആ സ്ത്രീക്കില്ല. അവരുടെ പ്രധാനമായ ഉദ്ദേശം പറഞ്ഞാൽ കമ്പനിയിൽ നല്ല പൊസിഷനിലെത്തുക, നല്ല പോസ്റ്റിലേക്ക് എത്തുക, നല്ല ബോണസ് മേടിക്കുക, കമ്പനിക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കി കൊടുക്കുക, വിദേശ രാജ്യങ്ങളിലേക്ക് ടൂറിന് പോവുക, ഫ്രണ്ട്സിനൊത്ത് പാർട്ടിക്ക് പോവുക, ഇതൊക്കെ ഉള്ളൂ. ഫാമിലി എന്ന് പറയുന്ന ഒരു കാര്യം ഒരു സെക്കൻഡറി ആണെന്നോ അല്ലെങ്കിൽ അവരുടെ മനസ്സിൽ അങ്ങനെ വലിയായിട്ടൊന്നും ഇല്ല. വീട്ടിൽ ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കാറില്ല. ഭക്ഷണം എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് പുറത്തൊന്നും മേടിക്കരുതെന്നാണ് ചോദിക്കുന്നത്. യാതൊരുമായ രീതിയിലും സാമ്പത്തികമായ ഒരു പിശക് തരം കാണിക്കില്ല. നല്ല ശമ്പളമുള്ള ലേഡിയാണ്, പൈസ ഇഷ്ടം പോലെ ഉണ്ട്, നിങ്ങൾ ചിലവഹിക്കുമെന്ന് പറയും. ഇവൻ ഭർത്താവ് ജോലി കഴിഞ്ഞ് വരുമ്പം ഒരു ചായ ഇട്ട് കൊടുക്കാനൊക്കെ താല്പര്യമില്ല. എന്തിനാ ഞാൻ ചായ ഇടുന്നത്, കോഫി മെഷീൻ മേടിച്ച് വെച്ചിട്ടുണ്ട്, നിങ്ങളൊരു കോഫി ഇട്ട് കുടിക്കുക എന്നുള്ളൊരു ചിന്താഗതിയാണ്. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പം അങ്ങനെ ഒരു മൈൻഡിലാണ് ഇവർ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ആ സമയത്തേക്ക് അവരുടെ വീട്ടിലേക്ക് ഒരു സെർവൻറ്റ് വന്നു. ഈ ജയറാമിൻ്റെ ഒക്കെ ഒരു പടത്തിൽ ഇതേപോലെ ഉണ്ട്, സ്വന്തം ഭാര്യയും മക്കളെയും ഭർത്താവിനെ നോക്കാതെ നിൽക്കുകയും ഒരു സെർവൻ്റ് വന്ന് നോക്കുന്നതൊക്കെ. അപ്പം ഈ സെർവൻ്റ് വന്ന് വളരെ നല്ല രീതിയിൽ അവരുടെ കുഞ്ഞിനെ പഠിപ്പിക്കാൻ ശ്രമിക്കുകയും അല്ല കുഞ്ഞിന് വേണ്ട ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുകയും ഇയാൾക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുകയൊക്കെ ചെയ്യും. ആ സമയത്ത് ഈ സ്ത്രീ അവരുടെ ജോലി കാര്യങ്ങൾ തിരക്കാണ്. അപ്പം ഈ മകള് ഇയാളോട് ചോദിച്ചു, ആ ആൻറ്റി ശരിക്കും പറഞ്ഞാൽ നമ്മുടെ അമ്മയായിട്ട് വന്നാൽ എന്ത് നല്ലതായിരുന്നു. എനിക്ക് അയാൾ പറയുന്ന ആ ഒരു കുഞ്ഞ് പറഞ്ഞതിന് ശേഷം ഇയാൾക്ക് എങ്ങനെയോ ഈ സ്ത്രീയോടൊരു ഇഷ്ടം തോന്നുകയും അതങ്ങ് ഒരു ബന്ധത്തിലേക്ക് അങ്ങ് പോയി. അയാൾ അവസാനം ഇത് സ്വന്തം ഭാര്യയോട് പറഞ്ഞു. അപ്പം സ്വാഭാവികമായിട്ടും ഇങ്ങനൊരു കാര്യം കേൾക്കുമ്പോൾ ഭാര്യമാർ ചിലപ്പം ദേഷ്യപ്പെടേണ്ട, പക്ഷേ അവർ അതിനെ വലിയ പ്രശ്നമാക്കിയില്ല. ഓക്കെ ശരി, നിങ്ങൾക്ക് അങ്ങനെ താല്പര്യമുണ്ടെങ്കിൽ നമുക്ക് നിയമപരമായിട്ട് ഡിവോഴ്സ് ആകാം എന്ന് പറഞ്ഞ് അപ്പോൾ ഇപ്പം കോടതി സാധാരണഗതിയിൽ പെൺകുഞ്ഞിനെ അവകാശം അമ്മയ്ക്കാണല്ലോ. പക്ഷേ അവർ തന്നെ പറഞ്ഞു, ഇല്ല എനിക്ക് പ്രശ്നമില്ല, അപ്പൻ നോക്കിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് ഈ കുഞ്ഞിന് നല്ലൊരു എമൗണ്ടും അവർ കൊടുത്തു. ഞാൻ പറയുമായിരുന്നു, അദ്ദേഹം എന്നോട് പറഞ്ഞു, ഇപ്പോൾ ഞാൻ ഈ പറയുന്ന ഈ സെർവൻ്റ് പറഞ്ഞ സ്ത്രീയെ വിവാഹം കഴിച്ച് ഞങ്ങൾ അത്യാവശ്യം കുഴപ്പമില്ലാതെ പോകുന്നു. അയാൾ പറഞ്ഞൊരു പ്ലസ് പോയിന്റ് പറഞ്ഞാൽ നാട്ടിൽ ആരുമായിട്ടൊരു ബന്ധമില്ല, ഭാര്യയുടെ വീട്ടിൽ യാതൊരു ബന്ധമില്ല, ഇയാളുടെ വീട്ടിൽ പറയത്തക്ക ബന്ധമില്ല. കാരണം ഇവരുടെ അപ്പനും അമ്മയൊക്കെ ചെറുപ്പത്തിലെ വളരെ വർഷങ്ങൾക്ക് മുമ്പ് മരിച്ചു പോയതാണ്. ബന്ധുക്കളായിട്ട് യാതൊരു ബന്ധമില്ലാത്ത കാരണം യാതൊരുമായ രീതിയിലുള്ള ഈ ചൊറിഞ്ഞ വർത്താനോ അല്ലെങ്കിൽ ഇതിനെ ഒരു പരദൂഷണോ അങ്ങനത്തെ പ്രശ്നത്തിലേക്കൊന്നും ഇവർക്ക് പോയില്ല. ഇവർ സ്വസ്ഥമായിട്ട് ജീവിക്കുന്നു. അപ്പോൾ അദ്ദേഹം പറയാണ്, ഒരു കുടുംബജീവിതം ഉണ്ടായിട്ടും വേറൊരു സ്ത്രീയിലേക്കോ അല്ലെങ്കിൽ വേറെ പുരുഷനിലേക്കോ പോകുന്ന എല്ലാം അവിഹിതമല്ല എന്ന് അദ്ദേഹം എന്നോട് പറഞ്ഞാണ്. ഇയാളുടെ കഥ കേട്ടപ്പോൾ എനിക്ക് അതിനകത്ത് വലിയ തെറ്റായിട്ട് തോന്നിയില്ല. കാരണം ചില ആൾക്കാരുണ്ട്, അവർക്ക് എന്താ പറയുക, അവർ വേറെ ലോകത്താണ്, വേറെ ലോകത്ത് അവരങ്ങ് ജീവിച്ചു പോവുകയാണ്. അപ്പോൾ ആ ലോകത്ത് ചിലപ്പോൾ നമ്മളില്ല എന്നുണ്ടെങ്കിൽ നമ്മളതിനകത്ത് കൂടുതൽ നിൽക്കുന്നതിനകത്ത് വലിയ അർത്ഥമില്ല. താങ്ക് യു.